ഹായ് ഓൾ വെൽക്കം ടു ദ പ്ലേയിങ് 11. നാളെ ഗുജറാത്ത് ടൈറ്റൻസ് ആൻഡ് പഞ്ചാബ് കിങ്സ് അവരുടെ ആദ്യ മത്സരമാണ്. ശുഭ്മാൻ ഗില്ലിന്റെ കീഴിൽ കഴിഞ്ഞ സീസണിൽ വലിയ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല ഗുജറാത്ത് ടൈറ്റൻസിന്. കാരണം അതിന് മുന്നത്തെ രണ്ട് സീസണും ഫൈനലിസ്റ്റുകളായ ഒരു ടീം അടുത്ത സീസൺ ഒരു ഹർദിക് പാണ്ഡ്യയുടെ ഒരു ഡിപ്പാർച്ചറോടുകൂടി വളരെ അടപടലമായി പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പക്ഷെ അതിനെല്ലാം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ആ ടീം ശ്രമിച്ചിട്ടുണ്ട് ഈ കൊല്ലം. ഓപ്ഷൻ ടേബിളെല്ലാം അത്യാവശ്യം വർക്ക് ചെയ്തിട്ടാണ് ഗുജറാത്ത് ടൈറ്റൻസ് വന്നിരിക്കുന്നത്. പഞ്ചാബിന്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബിന്റെ കോച്ചിങ് സ്റ്റാഫ് എല്ലാം എൻറ്റയർലി മാറി. റിക്കി പോണ്ടിങ് എത്തി. റിക്കി പോണ്ടിങ് വന്നതോടുകൂടി ശ്രേയസ് അയ്യരെയും ടീമിൽ എത്തിച്ചു. കഴിഞ്ഞ സീസണിലെ IPL വിന്നിംഗ് ക്യാപ്റ്റൻ KKR വിട്ടുകളഞ്ഞു. ആ വിട്ടുകളഞ്ഞ വിന്നിംഗ് ക്യാപ്റ്റനെ ഇരുകൈ നീട്ടി റിക്കി പോണ്ടിങ് സ്വീകരിച്ചു പഞ്ചാബ് കിങ്സിലോട്ട്. സോ പഞ്ചാബ് കിങ്സ് കേസ് എടുക്കുകയാണെങ്കിൽ പഞ്ചാബ് കിങ്സിന്റെ പറയണമെന്നുണ്ടെങ്കിൽ ഫോറിൻ പ്ലേയേഴ്സ്, ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിനെ കൂടെ നിറഞ്ഞിരിക്കുകയാണ്. റിക്കി പോണ്ടിങ് ഉള്ളതുകൊണ്ടായിരിക്കണം മേ ബി. സോ ജോസ് ബട്ട്ലർ വലിയൊരു അഡീഷൻ ആണ് ഗുജറാത്ത് ടൈറ്റൻസിന്. അവരുടെ കഴിഞ്ഞ സീസണിൽ അവർക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നല്ലൊരു സ്ഥിരതയുള്ള ഓപ്പണർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം വൃദ്ധിമാൻ സാഹ അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്തു. പക്ഷെ വൃദ്ധിമാൻ സാഹ എപ്പോഴും ഒരു 15-20 റണ്ണ് സ്റ്റാർട്ട് കൊടുത്ത് ഔട്ടേ പോയിരുന്നു. ഒരു ലോങ് ഇന്നിങ്സ് ഗില്ലിനൊപ്പം കളിക്കുക അല്ലെങ്കിൽ ഒരു ഗെയിമിനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഓപ്പണർ അവർക്ക് ഉണ്ടായിരുന്നില്ല ഗില്ലിനോടൊപ്പം എന്നുള്ളത് വലിയൊരു തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ സീസണിൽ. ആ ഒരു വിടവ് ഇത്തവണ ജോസ് ബട്ട്ലർ എന്നുള്ള പോലെ ഒരു വേൾഡ് ക്ലാസ് പ്ലെയറെ ടീമിൽ എത്തിച്ചുകൊണ്ട് ഗുജറാത്ത് നികത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സായി സുദർശൻ അവർ ഓൾറെഡി റീറ്റെയിൻ ചെയ്ത പ്ലെയറാണ്. ഗ്ലെൻ ഫിലിപ്പിനെ അവർ ടീമിലോട്ട് തിരിച്ചെത്തിച്ചിട്ടുണ്ട്. വാഷിങ്ടൺ സുന്ദർ അവരെ എടുത്തിട്ടുണ്ട്. രാഹുൽ തിവാട്ടിയെ നിലനിർത്തിയ പ്ലെയറാണ്. റാഷിദ് ഖാൻ നിലനിർത്തിയ പ്ലെയറാണ്. സോ അവരുടെ ഒരു പ്ലേയിങ് 11 എങ്ങനെ നമ്മൾ ഇതിന് മുന്നത്തെ നമ്മൾ ടീം അനാലിസിൽ എല്ലാം പറഞ്ഞിരുന്നു അവരുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും. സോ അതുപോലെ തന്നെയാണ് പോകാൻ ചാൻസ്. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല. പഞ്ചാബിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ശ്രേയസ് അയ്യറിന്റെ ഇൻക്ലൂഷൻ തന്നെയായിരിക്കും. കാരണം പഞ്ചാബ് 18 സീസണുകളിൽ എനിക്ക് തോന്നുന്നു ഒരു 14-15 ക്യാപ്റ്റന്മാരെല്ലാം മാറ്റി പരീക്ഷിച്ച ഒരു ടീമാണ്. സോ അവർ ഇപ്പോഴും ഒരു സീസൺ ഒരു തോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടീമിനെ മൊത്തം അഴിച്ചു പണി വേറെ മൊത്തത്തിൽ എൻ്റെ ടീം മാറ്റും. ഇത്തവണ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. വെറും രണ്ട് പ്ലെയറിനെയാണ് അവർ റീറ്റെയിൻ ചെയ്തത്. ആ റീറ്റെയിൻ ചെയ്ത് ബാക്കിയുള്ള എൻ്റയർലി പുതിയ ടീമാണ്. അല്ലെ, അർഷദീപ് സിംഗിനെ അവർ എത്തിച്ചിട്ടുണ്ട്. UC ചഹലിനെ അവർ 18 കോടി കൊടുത്ത് ആ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു പഞ്ചാബ് ഇത്തവണ നല്ലൊരു ബെറ്റർ സൈഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവർക്കൊരു നല്ലൊരു ലീഡർഷിപ്പ് മിസ്സിംഗ് ആയിരുന്നു കുറച്ച് സീസണുകളായിട്ട്. അത് കറക്റ്റായിട്ട് ശ്രേയസ് അയ്യറിനെ വെച്ച് മാച്ച് ചെയ്ത് ഈ ഒരു ടീമിനെ കറക്റ്റായിട്ട് പോണ്ടിങ്ങിന് ഗൈഡ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാജിക്കൽ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് പഞ്ചാബ്. സോ ജോഷ് ഇംഗ്ലീഷ് ആണ് ഓപ്പൺ ചെയ്യാൻ ചാൻസ് പ്രഭ്സിമ്രാൻ സിംഗിന്റെ കൂടെ. ജോഷ് ഇംഗ്ലീഷ് ഈ പറഞ്ഞതുപോലെ പല ലീഗ്സുകളിലും ഓപ്പൺ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലെയറാണ്. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. സോ മാക്സ്വെൽ ഉണ്ട്. മാക്സ്വെലിന്റെ ഒരു കംബാക്ക് ഉണ്ട് 2014 ശേഷം തോന്നുന്നു എനിക്ക് പഞ്ചാബിലോട്ട് തിരിച്ചു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ IPL മാക്സ്വെൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് പഞ്ചാബ് ജേഴ്സിയിലുള്ള മാക്സ്വെലിനെയാണ്. കാരണം ഓർക്കാൻ ഒരുപിടി ഓർമ്മകൾ മാക്സ്വെൽ IPL ബാക്കി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാക്സ്വെൽ പഞ്ചാബിൽ കളിച്ചിരുന്ന സീസണിലാണ്. അണ്ടർ ദ ജോർജ് ബെയ്ലി, മാക്സ്വെൽ മില്ലർ ആ ഒരു കോംബോയിലായിരുന്നു. സോ ഇത്തവണ മാക്സ്വെൽ എല്ലാ പഴിക്കും ഉത്തരം കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. പഞ്ചാബിന് വേണ്ടി നല്ലൊരു പെർഫോമൻസ് പഞ്ചാബിന് കാഴ്ചവെക്കാൻ മാക്സ്വെലിന് സാധിക്കട്ടെ. അതുപോലെ തന്നെ മാർക്കോ യാൻസനെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. മാർക്കോ യാൻസൻ ബ്രില്യൻ ഫോമിലാണ് കഴിഞ്ഞൊരു വർഷമായിട്ട്, വിത്ത് ബോൾ വിത്ത് ബാറ്റ്. സോ അത് വലിയൊരു അഡീഷനാണ്. അതാണ് ഈ രണ്ട് ടീമുകളുടെ ഒരു മൊത്തത്തിലൊരു അനാലിസിസ് നാളെ പറയാനുള്ളത്. ബാറ്റിംഗ് വെച്ച് നോക്കുന്ന സമയത്ത് ജോസ് ബട്ട്ലർ, ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ, ഗ്ലെൻ ഫിലിപ്പ്, ഷാറൂഖ് ഖാൻ, തിവാട്ടിയ. സോ ഇവരടങ്ങുന്നൊരു ബാറ്റിംഗ് നിര ഒരു സൈഡ്. ജോഷ് ഇംഗ്ലീഷ്, ശ്രേയസ് അയ്യർ, പ്രഭ്സിമ്രാൻ സിംഗ്, മാക്സ്വെൽ, നെഹൽ വധേര, സ്റ്റോണിസ്, ശശാങ്ക് സിംഗ് എന്നിവരടങ്ങുന്നൊരു മറുഭാഗത്ത് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ബാറ്റിംഗ് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. സ്പിൻ ബോളിംഗിൽ എത്തുന്ന സമയത്ത് സായ് കിഷോർ ഉണ്ട്, റാഷിദ് ഖാൻ ഉണ്ട്. ഇപ്പുറത്ത് UC ചഹലിനെ എടുത്തിട്ടുണ്ട്, ഹർപ്രീത് ബാറിനെ എടുത്തിട്ടുണ്ട്. ബട്ട് UC ചഹലിന്റെ ഫോം എല്ലാം ഒരു കൺസേൺ ആണ്. കഴിഞ്ഞ RRൽ കഴിഞ്ഞൊരു വർഷം അത്ര നല്ലൊരു വർഷം ആയിരുന്നില്ല ചഹലിന്. സോ സ്പിൻ എഡ്ജ് കുറച്ച് എനിക്ക് തോന്നുന്നു അത് GTയുടെ സൈഡാണ്. ഫാസ്റ്റ് ബോളേഴ്സിന് വരികയാണെന്നുണ്ടെങ്കിൽ റബാഡനെ ടീമിൽ എത്തിച്ചത് GTയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡീഷനാണ്. കാരണം
കഗീസോ റബോഡ ആ ഗ്രൗണ്ടിന് കറക്റ്റ് സ്യൂട്ട് ചെയ്തൊരു പ്ലെയറാണ്. അതോടൊപ്പം തന്നെ മുഹമ്മദ് സിറാജ്, ആർ സി ബിയുടെ ലോയൽ ഫാനായ മുഹമ്മദ് സിറാജിനെ കൂടി ഗുജറാത്ത് ടീമിൽ എത്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗുജറാത്ത് ആണ് കറക്റ്റ് ടീം സിറാജിന് പറ്റിയത്. കാരണം ആ ഹോം ഗ്രൗണ്ട് അഹമ്മദാബാദിലെ 7 കളി സിറാജിന് ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്യാൻ സാധിക്കും. കാരണം ഏർലി ഓൺ സ്വിങ് കിട്ടുന്ന ഒരു ഗ്രൗണ്ടാണ്. ആ ഒരു പിച്ചിൽ കറക്റ്റ് ആളുടെ ബോളിംഗ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കണം. കാരണം ഷമിയുടെയും ഹാർദിക് പാണ്ഡ്യയുടെ ഒക്കെ ഓപ്പണിംഗ് സ്പെല്ല് നമ്മൾ കണ്ടതാണ്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് തന്നെ അത്രയും സ്വിങ് കിട്ടിയ ഗ്രൗണ്ടാണ്. സോ സിറാജിന് ശരിക്കും നല്ല രീതിക്ക് ഈ ഫ്രാഞ്ചൈസി സിറാജിനെ യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ സിറാജ്, റബാഡ, പ്രസിദ്ധ് കൃഷ്ണ അവർ നയിക്കുന്ന ഒരു പേസ് നിര. ഇപ്പുറത്ത് അർഷദീപ്, വൈശാഖ് വിജയകുമാർ, മേ ബി ലോക്കി ഫെർഗൂസൺ കളിക്കുകയാണെങ്കിൽ ലോക്കി ഫെർഗൂസൺ, സോ അല്ലെങ്കിൽ യാഷ് താക്കൂർ മേ ബി കളിച്ചേക്കാം. യാഷ് താക്കൂർ അടങ്ങുന്ന ഒരു പേസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു പേസ് അഡ്വാൻറ്റേജ് ഗുജറാത്തിന് തന്നെയാണ് ഉള്ളത്. സോ ഓവറോൾ ഞാനൊരു 55-45 ഗെയിമായിട്ടാണ് കാണുന്നത്. കാരണം ഒരു ചെറിയൊരു എഡ്ജ് ഹോം അഡ്വാൻറ്റേജ് ഗുജറാത്തിന് കൊടുക്കുന്നു. പക്ഷേ പഞ്ചാബ് നല്ല ടീമാണ്, വെൽ ബാലൻസ്ഡ് ടീമാണ്. ശ്രേയസ് അയ്യറിനെ പോലെ നല്ലൊരു ബ്രില്യൻ ക്യാപ്റ്റൻ ഉള്ളൊരു ടീമാണ്. സോ പഞ്ചാബ് നാളെ നന്നായിട്ട് കളിക്കും തന്നെ പ്രതീക്ഷിക്കാം. സോ എന്നിരുന്നാൽ പോലും ഒരു ഹോം അഡ്വാൻറ്റേജ് ഞാൻ 55-45 കൊടുക്കുന്നത്. സോ നാളത്തെ ഒരു ഫാൻറ്റസി 11 എങ്ങനെയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് ജോസ് ബട്ട്ലറെ നിങ്ങൾ ഒരിക്കലും വിടരുത്. കാരണം ജോസ് ബട്ട്ലർ നമുക്കറിയാം ഒരു ഗ്യാരണ്ടീഡ് പ്ലെയറാണ്. സോ പിന്നെ സായ് സുദർശനെ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തോളൂ. കാരണം സായ് സുദർശൻ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് റൺസ് തരുന്ന ഒരു പ്ലെയറാണ്. ദെൻ റാഷിദ് ഖാൻ മേ ബി നമ്പർ 7 ഒക്കെ വന്ന് 2-3 ഹിറ്റ് കിട്ടുന്ന ഒരു പ്ലെയറാണ്. അതോടൊപ്പം തന്നെ വിക്കറ്റ് ടേക്കറുമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആൾക്കൊരു ഫോമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ബട്ട് പോലും റാഷിദ് ഖാൻ ഒരു മാച്ച് വിന്നറെ ഒരിക്കലും വിടണ്ട. റബാഡ ഈ പിച്ചിൽ തീർച്ചയായും ഏർലി ഓൺ സ്ട്രൈക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ റബാഡിനെ വിടണ്ട. അതുപോലെ തന്നെ സിറാജിന്റെ ഒരു കംബാക്ക് സീസൺ ആയിരിക്കും. എനിക്കൊരു എന്തോ ഒരു ഇൻഡ്യൂഷൻ തോന്നുന്നു സിറാജ് മേ ബി പർപ്പിൾ ക്യാപ്പ് അടിക്കോ. വെരി ഏർലി ഓൺ ആണ് ഈ ഒരു കമന്റ് പറയാൻ. പക്ഷെ എനിക്കെന്തോ ഒരു തോന്നൽ സിറാജ് ഈ സീസണിൽ ഒരു പർപ്പിൾ ക്യാപ്പ് വിന്നർ ആവുമെന്ന്. ഇപ്പോൾ സൈഡ് പഞ്ചാബിൽ നിന്ന് എടുക്കേണ്ടത് ജോഷ് ഇംഗ്ലീഷ് നല്ല പ്ലെയറാണ്, ഓപ്പണിംഗിൽ വരുന്ന പ്ലെയർ. അത് ശ്രേയസ് അയ്യർ ബ്രില്യൻ ഫോമിലാണ്. ശ്രേയസ് അയ്യറിനെ ഒരിക്കലും വിടണ്ട. ഞാൻ അടുത്ത പേര് പറയുമ്പോൾ ചിലപ്പോൾ ചില നെറ്റികളൊക്കെ ചുളുങ്ങുമായിരിക്കും. ബട്ട് മാക്സ്വെൽ എനിക്ക് തോന്നുന്നു പഞ്ചാബ് ആ ഒരു യുണൈറ്റഡ് ചെയ്യുന്ന സമയത്ത് ആളുടെ ഒരു പഴയ ഫോമിലോട്ട് തിരിച്ചു വരാൻ മാക്സ്വെല്ലിന് ചിലപ്പോൾ സാധിക്കും. സോ മാർക്കോ യാൻസൻ വിടണ്ട. ഡബിൾ ഡ്യൂട്ടി ഉള്ള പ്ലെയറാണ്. വിത്ത് ബോൾ വിത്ത് ബാറ്റ് കോൺട്രിബ്യൂഷൻ ഉള്ള പ്ലെയറാണ്. സോ മാർക്കോ യാൻസനെ നിങ്ങൾ പിക്ക് ചെയ്യാം. അതുപോലെ തന്നെ അർഷദീപ് സിംഗ് ബ്രില്യൻ ഫോമിലാണ്. അർഷദീപ് സിംഗും ഏർലി ഓൺ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റിയ പ്ലെയറാണ്. ഡെത്തിൽ വന്ന് ബോൾ ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. സോ അർഷദീപിനെ മിസ് ചെയ്യുന്നുണ്ട്. സോ ഈ 10 പ്ലെയേഴ്സാണ് എൻ്റെ ഒരു ഫാൻറ്റസി പിക്സ്. സോ ലാസ്റ്റ് ഒരു 1 പിക്ക് എപ്പോഴത്തെ പോലെ നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്. സോ മാച്ചിന് ശേഷം നമുക്ക് വീണ്ടും അനാലിസുമായിട്ട് കാണാം. താങ്ക് യു.